ഗൈസ് വെൽക്കം ബാക്ക് ടു റിയസ് ടു ചാനൽ. കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പാക്കിങ് ചെയ്യാമായിരുന്നു. പിന്നെ അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റ ദിവസത്തെ ഫംഗ്ഷനാണ് കേട്ടോ. ഒറ്റ ദിവസത്തെ ഫംഗ്ഷനാണ്. ഞാൻ ഇവിടുന്ന് പോയി തിങ്കളാഴ്ച രാവിലെ പോയി ചൊവ്വാഴ്ച രാവിലെ നമ്മൾ തിരിച്ചെത്തും. പക്ഷേ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. സോ ഞങ്ങൾ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ, ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ പ്രശ്നങ്ങൾ എടുക്കുന്നുള്ളൂ. എല്ലാം കൂടെ വാരിപ്പെറുക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ഏതെങ്കിലുമൊക്കെ രണ്ടും തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ പെണ്ണുകാലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ചുരിദാറിൽ ആ ഒരു ചുരിദാറാണ് ഇടുന്നത്. ഞാൻ പിന്നെ അതിനുവേണ്ടി വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ വാച്ചിന് എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഈ ഒരു ബ്ലാക്ക് വാച്ചാണ്. അപ്പോൾ ഞാൻ നാളെ പോകുന്ന ടൈമിൽ ജീൻസും ടോപ്പാണ് ഇടുന്നത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വാച്ച് ജീൻസിനിടാം, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് കൂടെ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നമ്മൾ ചുരിദാറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു സിൽവർ ഗോൾഡൻ ഈ ഒരു വാച്ചാണ് ഇഷ്ടം. സോ ഞാൻ ഇതാണ് കല്യാണത്തിന് ഇടാമെന്ന് വിചാരിക്കണത്. ദെൻ നമുക്ക് ഇപ്പം തന്നെ എടുത്ത് മാറ്റി വെക്കണം. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ജ്വല്ലറിയാണ്. ജ്വല്ലറി മീൻസ് ഞാൻ ഗോൾഡൊന്നും ഇത് തന്നെയാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് ഇയറിങ്സ് എപ്പോഴും കുറച്ച് വലുതിടാനാണ് താല്പര്യം. പക്ഷേ കുറേ ഉള്ളത് കൊണ്ട് ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. സോ നമുക്കത് സെലക്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ കൊണ്ടുവന്ന ലിപ്സ്റ്റിക്ക് കാണിച്ചിട്ടാണ്. ഞാൻ ഈ 2 എടുക്കുന്നത്. ഇത് മാർസിൻ്റെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇന്നലെ മീൻസ് ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്ത് തരത്തില്ല. എന്നാലും മാർസിൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലോസും ദെൻ മാർസിൻ്റെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കുമാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ആയതുകൊണ്ട് നമ്മൾ വേറൊരു കളറും കൂടെ എടുക്കുന്നുണ്ട്. ഇത് മാർസിൻ്റെ തന്നെ എന്തായിരുന്നു എൻ്റെ ഷെയ്ഡ്, പവർ ഗേൾ പവർ, അതാണ് ഈ ഒരു ഷെയ്ഡ്. ഞാൻ ഇതും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഷെയ്ഡും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന വിചാരിക്കുന്നത്. ഈ ഒരെണ്ണം സ്വിസ് ബ്യൂട്ടിയുടെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഫുഡ് കഴിച്ചാലൊന്നും അങ്ങനെ പോകത്തില്ല. പിന്നെ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ലൈനർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് റോയൽ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു നല്ല ലിപ് ലൈനറാണ്. ഇത് നമുക്ക് ഒരു ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ എടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ 2 ഇത് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഈ 2 ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഈ ഹൈലൈറ്റർ കൊള്ളട്ടോ, നല്ലൊരു ഹൈലൈറ്ററാണ്. അങ്ങനെ ഈ 2 നമ്മൾ എടുത്തു. പിന്നെ ഒരു ഐബ്രോ പാലറ്റ് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഐബ്രോസ് ഇന്നലെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിത് ഇതും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. ഈ ഒരു ഇൻസൈറ്റ് കോസ്മെറ്റിക്കിൻ്റെ ഈ ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നിങ്ങൾക്കറിയാം, ഞാൻ ഇടയ്ക്ക് സ്മിട്ടനിൽ നിന്ന് സാമ്പിൾ പ്രൊഡക്റ്റുകൾ മേടിക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ്. പോകുമ്പോൾ വലിയ ബോട്ടിലൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ചെറുത്. അപ്പോൾ ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഹെയർ സിറമാണ്. നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ. ലാവൻഡറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരെണ്ണവും ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹെയർ എന്തായാലും മെസ്സി ആവും. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകുന്നുണ്ട്, എന്നാലും മെസ്സി ആകാൻ ചാൻസ് ഉണ്ട്. സോ ഞാനപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് ഈ ഒരു സിറം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ല ചൂടാണ്. സാധാരണ ഡിസംബറിൽ നല്ല തണുപ്പ് വരേണ്ടതാണ്. ദെൻ ഞാൻ എടുത്തിട്ടുള്ളത് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലും കൂടെ കയ്യിൽ കരുതുന്നുണ്ട്. പിന്നെ ഇത് പോളോ ദ മാൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സാമ്പിളായിട്ട് മേടിച്ചതാണ്. ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ്. ദെൻ സൺസ്ക്രീൻ എൻ്റെ അടുത്ത് ചെറിയ ബോട്ടിലൊന്നും ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ദെൻ ഐ ഷാഡോ പാലറ്റിന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ട്രയൽ പോയിന്റ്സ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൂപ്പർ ഷെയ്ഡാണ്. ഇത് പിഗ്മെൻറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ്, അത് പ്രൊഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് മില്യൺ കളേഴ്സിൻ്റെ ചെറിയൊരു സാമ്പിളിലാണ്, പക്ഷേ കൊണ്ടു നടക്കാൻ ഈസി ആയതുകൊണ്ട് ഞാൻ ഇതും കൂടെ കൈ ജസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ കൊണ്ടുവന്ന ബാഗ് എന്ന് പറയുന്നത് സാധാ ഒരു ബാക്ക് പാക്കാണ്. ഇതിനകത്ത് എത്രമാത്രം സാധനങ്ങൾ കൊള്ളുമെന്നും കൂടി എനിക്ക് അറിയില്ല. നമ്മൾ ഡ്രസ്സ് ഒരെണ്ണം എടുക്കുന്നുള്ളൂ, പിന്നെ നൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രമായിട്ട് എടുക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. ചെറുത് എത്ര ml 10 ml മാത്രമേ ഉള്ളൂ. ഇതും ഞാൻ കയ്യിലെടുക്കുന്നുണ്ട്.
ദെൻ ഫേസ് വാഷ് ആയിട്ട് കുട്ടിയൊരു ഫേസ് വാഷ്. ഇത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. ഓൾമോസ്റ്റ് ഇത് ഇത്ര ഉണ്ട് കേട്ടോ, മതി നമുക്കത് യൂസ് ചെയ്യാനുള്ള ധാരാളം കേട്ടോ. പിന്നെ ഹെയർ സിറം എൻ്റെ അടുത്ത് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, പക്ഷെ ഞാനത് എടുക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ട്രെസമീഡിയ ആണ്. ഞാനിങ്ങനെ ബോട്ടിൽ തീരുമ്പോൾ ഇതെനിക്ക് സാമ്പിൾ കിട്ടിയത്, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു വെക്കും. ഇത് ഞാൻ എടുക്കുന്നില്ല. ഇതൊരു മോയ്സ്ചറൈസറാണ്, സാമ്പിളാട്ടോ. എം കഫേൻ്റെ ഇതും മോയ്സ്ചറൈസർ നമ്മളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാനൊന്ന് ജസ്റ്റ് കയ്യിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാധനം. അപ്പോൾ ഞാനതെല്ലാം കൂടി കുട്ടി പൗച്ചിനകത്തേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ. സോറി, ലിപ് ബാം മസ്റ്റായിട്ട് തന്നെ വേണം, അതും എടുക്കുന്നുണ്ട്. ദെൻ മസ്കാരയും ഐലൈനറും, ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ ഒരു മസ്കാര അല്ല, ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ നോർമലായിട്ടുള്ള വേണം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഇത് 110 രൂപയാണ്. ഇതിൻ്റെ ബ്രഷ് അത്ര സുഖമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് അത്ര സൂപ്പറായിട്ട് വരത്തില്ല. പിന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്, അത് മാത്രമാണ് ആകെയുള്ളൊരു ബെനിഫിറ്റ്. സോ അതൊക്കെ നമുക്ക് ഈ ഒരു പൗച്ചിനകത്ത് ആക്കിയിട്ട് വെക്കാം. പിന്നെ ഞാൻ കുറച്ചൊരു മേക്കപ്പ് വൈപ്സും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ അടുത്ത് സിപ്ലോ കവേഴ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ കമ്മലിൻ്റെ ബേക്കിലൊട്ടിക്കത്തില്ലേ, കാതിൻ്റെ ബേക്കിലൊട്ടിക്കുന്ന ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെന്താ പറയുക, ഓക്കെ, ഇത് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കമ്മൽ വലുത് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ കുറച്ച് ഹെയർ മുടി ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട്. ഈ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കൂടെ ഞാൻ ആലോചിച്ചിട്ടില്ല. അവിടെ ചെല്ലുമ്പം ഏതെങ്കിലും രീതിയിൽ കെട്ടാം. പിന്നെ ഒരു കോമ്പ്, അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തട്ടാം, ഈ ഒരു വാഷ് ബാഗിനകത്തോട്ട് തട്ടാം. ഇനി നമുക്ക് കമ്മലെടുക്കാം. ഞാൻ ഡെയിലി ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ഒരു മേക്കപ്പ് പൗച്ചാണ്. ഇതിനകത്തും നമുക്ക് ഇത് കൊണ്ടുപോകണം കേട്ടോ. ഇതൊരു നല്ല ലിപ് ബാമാണ്, ടിൻറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്ന മോർണിംഗ് ഇവിടുന്ന് പോകുന്ന ടൈമിൽ ഈ ടിൻറ്റഡ് ലിപ് ബാം ഇടാം. പ്ലസ് നമുക്ക് ഈ ഒരെണ്ണം കൂടെ കൈ കരുതാം. ഇത് മിററാട്ടോ. പിന്നെ കുറച്ച് സ്ലൈഡും കൂടെ ആവശ്യമുണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിനി എന്താ എടുക്കുക, പിന്നെ ഒരു ട്രൈപോഡിൻ്റെ ബോക്സാണ് ഇത്. നമുക്ക് ട്രൈപോഡും കൂടെ കയ്യിലെടുക്കണം. അതിൻ്റെ ലൈറ്റൊക്കെ ഞാൻ ഓൾറെഡി അന്ന് വീട്ടിൽ പോയ സമയത്ത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു ട്രൈപോഡാട്ടോ. ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാവേ. ഞാനിതൊരു 1000 രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. നമുക്ക് അത്യാവശ്യം എന്നെക്കാട്ടിലും പൊക്കത്തിൽ ഹൈറ്റൊക്കെ കൂട്ടാൻ പറ്റും. എനിക്കിപ്പോൾ കൂടുതലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡിനെക്കാട്ടിലും ഈ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്മൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കമ്മലുകളൊക്കെ ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സുകളാണ് ഇട്ട് വെക്കാറ്. നമ്മൾ ഇടുന്ന ഡ്രസ്സ് വൈറ്റാണ്. സോ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഗോൾഡ് ആയതുകൊണ്ട് ഐ തിങ്ക് ഗോൾഡൻ കളറിൽ വരുന്ന ഇയറിങ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. എൻ്റെ കയ്യിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കമ്മൽ, ഇതുവരെ ഇടാൻ ഒരു അവസരം കിട്ടാത്തൊരു കമ്മലായിരുന്നു ഈ ഒരു സിൽവറിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫങ്ഷന് പോകുന്ന സ്ഥിതിക്ക് ഐ പ്രിഫർ ഗോൾഡൻ ഷെയ്ഡ്. പിന്നെ ഈ ഒരെണ്ണം, അതായത് എൻ്റെ വേറൊരു ഓപ്ഷൻ. ഈ ഒരെണ്ണം ആ ഡ്രസ്സിന് സൂപ്പറായിരിക്കും, കാരണം അതിലൊരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഐ തിങ്ക് നമുക്ക് ഈ ഒരു കമ്മൽ പിക്ക് ചെയ്യാം. ആ ടൈമിൽ നമ്മുടെ മാലയൊന്നും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഇയറിംഗ് ഇടാം. സോ ഞാൻ കമ്മൽ പിക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞി കമ്മലാണ്. ഇതും കൊള്ളാം, നമുക്കിത് രണ്ടും എടുക്കാം. വേറെ എനിക്ക് അതിനിടയ്ക്ക് ഒരു കോള് വന്നിട്ടോ. കോള് വന്നപ്പോൾ ഞാനങ്ങോട്ട് ഇതായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് മുഴുവൻ പാക്ക് ചെയ്ത് ഇതേപോലെ ഒരു ബാഗിനകത്താക്കി. ഇത്ര സാധനം ഇതിനകത്ത് ഇനിയും കുറച്ച് സാധനങ്ങൾ വെക്കാറുണ്ട്. നമുക്കൊരു സോപ്പ് സൊല്യൂഷൻ, ബോഡി വാഷ് എടുക്കണം, പിന്നെ ബ്രഷ്, കോൾഗേറ്റ്, ഇത്ര സാധനം കൂടെ എടുക്കാറുണ്ട്. അത് നമുക്ക് നാളെ മോർണിംഗ് എടുക്കാം. മറന്നു പോകുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ബാഗ് ഇതിനകത്ത് കഷ്ടപ്പെട്ട് കുത്തിക്കയറ്റിയൊരു ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നാളെ പോകുമ്പോൾ ഈ ഒരു ബാഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എടുക്കണോ വേണ്ടത്. പിന്നെ എന്തായാലും ഇതിൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലാണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിടണമെങ്കിലും ഇടാം. ഇതെനിക്ക് ക്രിസ്മസിന് തരണം കേട്ടോ. അത് നമുക്ക് ഈ ഒരു അതിൻ്റെ നെയിൽ പോളിഷ് ഇത് നല്ല മാച്ച്. നമുക്ക് ഈ ഒരു ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്ന ബാഗ് കാണിച്ചു, ജസ്റ്റ് കണ്ടില്ലേ, ഈ സ്കൂൾ ബാഗാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതിനകത്ത് കൊണ്ടുള്ള സാധനങ്ങളേ ഉള്ളൂ എനിക്ക്. അപ്പോൾ നമുക്ക് അതും കൂടെ അപ്പം അതിന് മുന്നേ ഇതാട്ടോ ഞാൻ കൊണ്ടുപോകുന്ന ഡ്രസ്സ്. നിങ്ങൾ കണ്ടു കാണും, പെണ്ണ് കാണലിന് ഇട്ടത് ഈ ഡ്രസ്സ് തന്നെ. പൊടിയടിച്ച് അപ്പം തുമ്മും.
എന്നാലും ഇത് ഞാൻ ഈ ഒരു കവറിനകത്തേക്ക് കുത്തിക്കയറ്റാം. ഇതൊരു അക്കോബ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫുൾ സെറ്റായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാനിവിടെ ഒരു കടയിൽ കൊടുത്ത് അവർ അൾട്ടർ ചെയ്ത് വന്നപ്പോൾ നല്ല ഷേപ്പായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത്, മീൻസ് യൂട്യൂബ് ത്രൂ അല്ല, പക്ഷെ നേരിട്ട് കണ്ട പല ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണിത്. സോ ഓക്കേ, അപ്പം നമുക്കിത് ലാസ്റ്റിലോട്ട് വെക്കാം. ഇതൊരു സാധാരണക്കാരൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി മാറ്റി ഈ ഒരു ഡ്രസ്സ് വെക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു ബാഗ് വെക്കാം. ഞാൻ എപ്പോഴും പോകാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന കുറച്ച് സോപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കിത് ധാരാളമാണ്. ഞാൻ ഈ ഒരു പ്ലമ്മിൻ്റെ ടോണർ ഉണ്ടല്ലോ, അത് കുറച്ച് ഈ ഒരു ബോട്ടിലിനകത്തോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ടോണർ മറിഞ്ഞ് പോയി ഗൈസ്. ഇത്ര രൂപ എടുത്ത് മേടിച്ച സാധനമാണ്. ഓക്കെ, ഇതൊരുമാതിരി തുപ്പി പോലെയാണ് ഉള്ളത്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു ടോണർ കംപ്ലീറ്റ് ഇവിടെ മറിഞ്ഞു വീണു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കുപ്പിക്കകത്ത് ഇത്രയും ടോണറുള്ളൂ, കുറച്ചൊക്കെ മറിഞ്ഞു പോയി. സാരം നമുക്കത് ലാസ്റ്റ് വൈപ്പ് ചെയ്ത് റെഡിയാക്കാം. ഇനി നമുക്ക് എന്തായാലും എടുക്കാനുള്ള ഞാൻ കോൾഗേറ്റും ബ്രഷും കൂടെ എടുത്തിട്ട് ഇപ്പോൾ വരാം. നമുക്ക് അതും കൂടി ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ബാഗ് പാക്ക് ചെയ്യാം. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാനുള്ള പ്രൊഡക്റ്റും ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇത് നമുക്ക് ലാസ്റ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? പേഴ്സ് വേണം. ഞങ്ങളിവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി പോണത്. അതുകൊണ്ട് നമുക്ക് ഈ പേഴ്സിനകത്ത് ക്യാഷൊന്നും ഇല്ല കേട്ടോ, വിത്തൗട്ട് ക്യാഷാണ്. വെറുതെ സ്റ്റൈലിന് പേഴ്സ് നമ്മൾ കയ്യിൽ വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, കാർഡെല്ലാം ഉണ്ടോ? കാർഡില്ല. അപ്പം നമുക്കത് ഇതിൻ്റെ ഈ ഒരു കള്ളിക്കകത്തോട്ട് വെക്കാം. ഞാൻ നാളെ ഇടാൻ പോകുന്ന ചപ്പൽ കേട്ടോ, പക്ഷെ ഇതിൽ കുറച്ച് ഡസ്റ്റ് ഉണ്ട്. പുറത്തിട്ടിട്ടുള്ളതുകൊണ്ടാണ്, കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇത്രയും ഹീലുണ്ട്. അങ്ങനെ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ തുണി അലക്കി ഇടാണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ അതിൽ ഡ്രസ്സിങ്ങൊക്കെ ചെറുങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് പോയിട്ട് ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. തുണിയൊക്കെ അലക്കിയിടാൻ കണ്ടമാന സ്ഥലമുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഈ ഡ്രസ്സൊന്ന് മാറ്റിയതിന് ശേഷം തുണി അലക്കാം. അതിനുശേഷം കുളിക്കണം, തലമുടി നല്ല വൃത്തിക്കൊന്ന് കഴുകാനുണ്ട്. സോ നമുക്കതെല്ലാം കൂടി ചെയ്യാം.
വിചാരിച്ച സമയത്ത് എന്തായാലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പം സമയം 8 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടും. സോ അതുകൊണ്ട് കഴിച്ചു. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പോയി. കമ്മലിടാൻ മറന്നു ഗൈസ്. നമ്മളെല്ലാ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ടു. മേക്കപ്പൊന്നും ഇട്ടില്ല, ലൈക്ക് സ്കിന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് മോയ്സ്ചറൈസർ ചെയ്ത്, ജസ്റ്റ് പോൺസിൻ്റെ പൗഡർ ഇട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഒരു പൊട്ട് തൊട്ടു. പക്ഷേ നമ്മൾ കമ്മലിടാൻ മറന്നു. എനിവേ കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് കമ്മലിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ലഗേജും എടുത്തിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. 8 മണിയല്ലേ, നമുക്കൊരു 8:30 ആകുമ്പോഴത്തേനും ബസ് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് എറണാകുളം ബസ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ ബസ്സിന് കയറിയിട്ട് എടപ്പള്ളി ചെന്നിറങ്ങിയിട്ട് അവിടെ നമ്മുടെ ഷീ ലോഡ്ജിൽ അവിടെ പോയി സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് അതാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൻ്റെ കല്യാണം എന്നൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ കേട്ടോ. ഇത് എൻ്റെ ഈ 9 വർഷത്തിനിടയ്ക്ക് 2ാമത്തെ കല്യാണമാണ്. ലൈക്ക് ഞാൻ പോണത്, ഞാൻ അതിന് കല്യാണത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ല, ഉണ്ടായിട്ടുമില്ല, ആരും വിളിച്ചിട്ടുമില്ല. സോ എന്തായാലും നമുക്ക് ബസ്സിലെത്തിയിട്ട് കാണാം. അതെ അതെ, ഇവർക്കും കഴിക്കാൻ കൊടുത്തു വെച്ചോ. ഞങ്ങൾ എറണാകുളത്ത് ഷീ ലോഡ്ജിൽ 2 റൂം എടുത്തു. 2 റൂമല്ല, ഒരു റൂം, ഡബിൾ ബെഡ് വരുന്ന രീതിയിൽ. നമ്മൾ അന്ന് സിംഗിൾ റൂം എടുത്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് മേടിച്ചിട്ട് വരണം. ഇപ്പോൾ സമയം 2 മണിയാണ്. ഇനിയും ചെന്നില്ലെങ്കിൽ ചോറ് കിട്ടില്ലെങ്കിൽ ആകെ പണിയാവും. ഞങ്ങൾ പോയിട്ട് ലഞ്ച് പാർസൽ ഉണ്ടെങ്കിലും മേടിച്ചിട്ട് വരാവേ. ഞാൻ കുളിച്ചു കേട്ടോ. കുളിക്കാണ്ട് ഒരു രക്ഷയില്ല. ഫേസ് ഇരിക്കുന്നതൊക്കെ അത്ര ഡള്ളായി. സംഭവം ഞങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീറ്റ്? നമ്മൾ 7 മണിക്ക് എണീറ്റില്ലേ? 7 മണിക്ക് എണീറ്റിട്ട് 6:30 എണീറ്റ്. എന്നിട്ട് ഇവിടെ എത്തിയത് 1 മണി കഴിഞ്ഞപ്പോഴാട്ടോ. 1 മണിയല്ലേ? 1:30. ഒടുക്കത്തെ ട്രാഫിക്. ഇപ്പം ഞങ്ങൾ താഴേന്ന് ചോറ് മേടിച്ചു. അവിടെ ചോറിന് 30 രൂപയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് 20 റുപ്പീസ്. നല്ല ഫുഡാണെന്നാണ് ഫ്രണ്ട് അവിടെ ഇഷ്ടമില്ല. കൊണ്ടാട്ടം ഉള്ളെങ്കിൽ തന്നെ എനിക്കൊരു സമാധാനം. അല്ലേ? ഇതിനകത്ത് എന്തിനാ ഈ പരിപ്പിടുന്നല്ലേ? എനിക്കിഷ്ടം. പരിപ്പ് തന്നെ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ആണോ? നല്ലോണം എന്താണ് വേവാത്ത ഞാൻ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമ്മതിച്ചോടെ ചേട്ടൻ 2 കറിയുണ്ടല്ലോ. ഇത് 2 സാമ്പാറായിരിക്കും അല്ലേ? എനിക്ക് ഈ സാമ്പാർ ഇഷ്ടമായി. സ്കൂളിലൊക്കെ കിട്ടുന്ന സാമ്പാർ. ശരി, വെള്ളമാണ്. വെള്ളം പക്ഷെ ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ വെള്ളം കുഴപ്പമില്ല. സാമ്പാർ അവിടെ എടുത്തില്ലെങ്കിൽ തോന്നിയായിരുന്നു വെള്ളം. ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. അത്യാവശ്യം നല്ല കൂട്ടാനില്ലേ തന്നെ, നല്ലതായിരുന്നു അല്ലേ? 30 രൂപയ്ക്ക് സൂപ്പർ. 30 രൂപയല്ലല്ലോ ശരിക്കും, ഈ പാത്രം കൂടെ വരുന്നുള്ളതുകൊണ്ടല്ലേ. പക്ഷെ അവിടെ നിന്ന് കഴിക്കും വേറെ എന്തൊക്കെയോ സൈഡ് ഡിഷ് ഉണ്ട്. ഉപ്പില്ലാതൊരു മുരിങ്ങ. പിന്നെ നമുക്ക് അവിടെ നിന്ന് ആകുമ്പോൾ ഉണ്ടല്ലോ വേറെ കറി തീർന്നാലൊക്കെ പിന്നെ മേടിക്കാം. അതായത് 20 രൂപ കൊടുത്തിട്ട് 30 രൂപയ്ക്ക് തിന്നാം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. പക്ഷെ എന്താ വെച്ചേ, ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരും. അതെ അതെ.
റേറ്റ് നമുക്ക് സ്ത്രീകളുടെ സുരക്ഷയല്ലേ ഇമ്പോർട്ടൻസ്. ഞാൻ അന്ന് റൂമിലെടുത്തപ്പോൾ ഇതിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനൊന്നുമില്ല. എന്തും ഇൻസ്പെക്ഷൻ ആൾക്കാർ തോന്നുന്നില്ലേ. നമുക്കിപ്പോൾ ടൈം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഊബർ ബുക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് പോകണം. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി വീഡിയോ എടുക്കുള്ളൂ. ഗെറ്റ് വീഡിയോസ് ഒന്നും ഉണ്ടാകത്തില്ല. അത് തന്നെ കുറേ എടുത്തത് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ എടുക്കുകയുള്ളൂ. കാരണം എനിക്ക് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോണിൽ ഇവിടെ ചാർജ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിലും ചാർജ് ഇല്ല, അതിലും ചാർജ് ഇല്ല. ഇത് ലൈറ്റിന്റെ സ്വിച്ചാ. നമുക്ക് ആദ്യം മേക്കപ്പ് ഇടാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം CC ക്രീം ആയിരുന്നു. അത് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ജസ്റ്റ് ടോണർ അടിച്ച് ഏതെങ്കിലും പൗഡർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ബ്ലഷ് ഹൈലൈറ്റർ ഇട്ട് നോക്കാൻ പോവുക അല്ലേ. ടോണർ വേണോ? അതേതാ പ്രൈമർ നോക്കിയാ. നിന്റെ ഫൗണ്ടേഷൻ ഉണ്ടോ? മോയ്സ്ചറൈസർ ഒന്നും വേണ്ട. എനിക്ക് കാജലുണ്ട്, മസ്കാര ഉണ്ട്. എടി നീ ഡ്രസ്സ് തല തിരിച്ചാണല്ലോ ഇട്ടേക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടല്ലായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും എടുത്തിട്ടില്ല. മോയ്സ്ചറൈസർ കിട്ടി. ഇത് സാമ്പിൾ പ്രൊഡക്റ്റ് ആക്കാം. ഇന്നലെ ഞാൻ എടുത്തപ്പോൾ ഒന്നും കൂടെ പ്രൊഡക്ട്സിൻ്റെ എണ്ണം കുറച്ചായിരുന്നു. ശരി, അതിനകത്തില്ലേ വേഗം ഒരുങ്ങിക്കുക കേട്ടോ. എന്നിട്ട് ഊബർ ബുക്ക് ചെയ്യുക. അല്ല, ഊബർ ഒരു 4:45 ക്ലബത്തിന് ബുക്ക് ചെയ്താൽ പോരെ. നല്ല മണം. ഇതൊക്കെ വീഡിയോ ആയിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഇച്ചിരി ഫൗണ്ടേഷൻ തന്നു നോക്കട്ടെ. പൊട്ടി വെള്ളം പോലെയാണോ ചെക്ക് ചെയ്ത് നോക്കിട്ടാ. ആ കുഴപ്പം, ഇച്ചിരി വെള്ളം പോലെയാ. കുഴപ്പമാണോ? അയ്യോ വേണ്ട. ഫൗണ്ടേഷൻ ഇല്ല, അപ്പം നമുക്ക് പൗഡർ ഇട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. വേറെ നിവർത്തിയില്ല. അതെ, ഇതിലുള്ള സാധനമാണോ? അയ്യോ എനിക്ക് വേണ്ട. നീ കളർ കറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കളർ കറക്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് വേണം. അല്ല, ഫൗണ്ടേഷൻ കളർ കറക്റ്റ് മാത്രം ഇട്ടിട്ട് എന്താ കാര്യം? വേണ്ട, എനിക്ക് വേണ്ട. ലിപ് ബാം എടുത്തില്ലേ ഞാൻ? ഫസ്റ്റ് നമുക്ക് ലിപ് ബാം ഇട്ടാം. ഒട്ടും സമയമില്ല, എണ്ണ വരുന്നു. ഈ ക്യാമറ കുറച്ചിങ്ങനെ ഷേക്ക് ആവുന്നുണ്ടാവും കേട്ടോ. കാരണം ഫാൻ എടി, എനിക്ക് മറ്റേ ഐബ്രോ പെൻസിൽ വേണം. എടുക്കും. ഹൈലൈറ്ററും ബ്ലഷും ഇടാം. ആദ്യം പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ബ്ലഷ് ഇട്ടിട്ട് പുറത്തേക്ക് പോണത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അവിടെ ഇവിടെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഈ ബ്ലഷ് ക്യാമറയിൽ വിസിബിൾ അല്ല. അതാണ് എൻ്റെ ബ്ലഷിൻ്റെ പ്രത്യേകത. ബ്ലഷ് ഓവറാണോ? 2
ആയിട്ടുള്ള ഷെയ്ഡാണ്. ആക്ച്വലി നമുക്ക് ഈ ഒരു ബ്ലഷ് ഹൈലൈറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അത് കാരണം നമ്മൾ അത്രയും ഒരു നാടൻ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു പഞ്ചിന് ഇരുന്നോട്ടല്ലേ. ഡിസൈൻ നേരിട്ട് കണ്ട എങ്ങനെ ഉണ്ടടി? കുഴപ്പമില്ലല്ലേ? ഓക്കെ, സെറ്റാക്കി. മൂക്കിൻ്റെ മണ്ടയിൽ നമുക്കൊരു ഇച്ചിരി ഇട്ട് കൊടുക്കും. നൈറ്റിലെ പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് അധികം സാധനങ്ങളോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് പാർട്ടി വെയർ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞാൻ അവളെടുത്തിട്ടില്ല. ഇത് കറക്റ്റായിട്ടാണെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ ഏതാണ് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലിപ്പ് വൈറ്റ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാം. ഐസ് സെറ്റാക്കാം. ജസ്റ്റ് ഞാൻ കണ്ണ് എഴുതിട്ട്, പക്ഷെ അത് കുറച്ചൊന്ന് സ്പ്രെഡായി. പക്ഷെ ഐലൈനർ വേഗം ഇത് വേഗം തന്നെ ഇതായിട്ടുള്ളത് കൊണ്ട് സ്മഡ്ജായില്ല ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമില്ല. ഐസാണെങ്കിലും ചെറുങ്ങനെ സെറ്റ് ചെയ്തു. ലാസ്റ്റ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ഷെയ്ഡ് ചോദിക്കരുത്. കുറേ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് നമ്മൾ ഹൈലൈറ്റർ ബ്ലഷ് ഒന്നും ഇടാത്ത ഭാഗം പൗഡർ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇട്ടേക്കുന്ന ഗോൾഡൻ മാല കേട്ടോ. പക്ഷെ ഞാനതിൽ ഇടാൻ പോകുന്നത് സിൽവറാണ്. ഏകദേശം ഇതിലൊരു മാച്ചിങ് ആയിട്ടുള്ളതാണ്. കാതിൻ്റെ പുറകിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഇതിന് നല്ല വിലയായിരിക്കും. ഒട്ടിക്കാൻ വേണ്ടല്ലോ അല്ലേ? ഇറങ്ങി സോറി ചേച്ചി മേലെ എന്ത് വെച്ചാൽ കണ്ടേ? ഇത് വെച്ചാൽ കണ്ടേ? ഞാനത് വെച്ചാണ് ജസ്റ്റ് എഴുതി. മാച്ചിങ് ആണല്ലേ? നോക്കിക്കേ, സൂപ്പറാ. ആ പച്ച നല്ല അടിപൊളി ഒരു എക്സാക്ട് പച്ച. കമന്റ് സെക്ഷൻ ആദ്യം കൊള്ളാമെന്ന് നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയണ കേക്കോന്നും കൂടെ അറിയത്തില്ല. മീൻസ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണം. മുടിക്ക് ജസ്റ്റ് അയച്ചിട്ട് പോയാലോ എന്ന് വിചാരിക്കുക. നമുക്ക് ജസ്റ്റ് മുടി ഒന്നുകൂടി ചീകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അയച്ചിടാവേ. ബ്ലഷ് നമ്മുടെ മറ്റേ ഡ്രസ്സ് ഭയങ്കര സിമ്പിളായി പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഹെയർ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഇതന്നെ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ബ്ലഷ് ഹൈലൈറ്റർ ഇടണോ എന്നൊക്കെയൊരു ഡൗട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് മിറർ നോക്കി ഒന്നുകൂടെ സെറ്റായ ഐസ്. എൻ്റെ ഐ മേക്കപ്പ് അത്ര വലിയ സൂപ്പറൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമുക്ക്
പക്ഷെ എൻ്റെ കണ്ണ് സൂപ്പറാണല്ലോ. ഇത് ഷോള് വളരെ സിമ്പിളായിട്ട് ഇനി ബാഗാണ് ഇതിലും കോമഡി. ബാഗ് ഈ ഡ്രസ്സിന് തീരെ മാച്ചിങ് അല്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് വേറെ ബാഗ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ എടുത്ത ബാഗ് ഈ ഒരു ബാഗാണ്. കുഴപ്പമില്ലാതെ ജസ്റ്റ് ബാഗ് ഇതാട്ടോ എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുറച്ച് ബ്ലഷും കുറച്ച് ഹൈലൈറ്ററും കൂടുതൽ ഇട്ടെന്ന് മാത്രം. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതാ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. ഓക്കേ, അപ്പം ഞങ്ങൾ ഇറങ്ങും കേട്ടോ. താക്കോൽ എടുക്കണം, ഇതിലിരിക്കുന്നു. നമ്മൾ ഇറങ്ങുകയാണ്. പോയെ കറക്റ്റ്. ഞങ്ങൾ പെണ്ണിൻ്റെ കല്യാണ ഫംഗ്ഷൻ വന്നിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 3 മണിക്ക് കല്യാണമായിരുന്നു, പക്ഷേ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ 7 മണിക്കാണ് ഇനി ഫംഗ്ഷൻ വരുന്നത്. ഇപ്പോൾ സമയം 6:10 ഇത്രയും നേരം ഞങ്ങളിവിടെ പോസ്റ്റായിട്ട് നിൽക്കുക കേട്ടോ. അകത്തൊന്നും ഞങ്ങൾ കയറി ഇരുന്നിട്ടില്ല. അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും എൻട്രിയാണ് കേട്ടോ ഗൈസ്. പക്ഷേ നമുക്ക് ആ വീഡിയോയിലെ മ്യൂസിക്കിനെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം പെണ്ണും ചെറുക്കനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെറിയൊരു ഫുട്ടേജായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് റൂമിലെത്തി കേട്ടോ. പക്ഷേ ഞാനൊരു 3 ലിപ്സ്റ്റിക്കുകൾ മിക്സ് ചെയ്തിട്ട് അത് ഇട്ടിട്ടുണ്ടെന്ന് കുറേ നേരം വരയ്ക്കുന്നു. പോകുന്നില്ല. ഞാനാണ് മേക്കപ്പ് റിമൂവർ ഒന്നും എടുത്തിട്ടുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഒരു തുള്ളി കൂടെ ലിപ്സ്റ്റിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് സിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ മാർസിൻ്റെ ഒരു ലിപ് ഗ്ലോസും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ടിട്ടുണ്ടായി. ഞാൻ എന്തായാലും ഫേസ് കഴുകിക്കളയട്ടെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:05. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് നമ്മളിവിടെ KSRTCക്ക് പോകും കേട്ടോ. അവിടെ 1 മണിയൊക്കെ ആകുമായിരിക്കും എത്താൻ. കാരണം നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ വീക്കെൻഡും ആണ്, അതുപോലെ വീക്കെൻഡല്ല ഇയർ എൻഡ് അല്ലേ, അപ്പോൾ ഇവിടെ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വേഗം തന്നെ ഇറങ്ങട്ടെ. ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ല ബിസിയാവും.